ഹലോ ഗൈസ്, ഇത് ഇസു ഗ്രേഡ് 1 പഠിക്കുന്നത്. എൻ്റെ ചേച്ചിയുടെ കൊച്ചാണ്. ഞങ്ങൾ ഇന്ന് ഇവളുടെ സ്കൂളിൽ വരെ ഒന്ന് പോവുകയാണ്. സമയം രാവിലെ 11 മണിയാണ്. 11 മണി മുതൽ 1 മണി വരെ ഇവർക്ക് സ്കൂളിൽ വാക്സിനേഷൻ ടൈമാണ്. അങ്ങനെ ഞങ്ങൾ കുത്തിവയ്പ്പ് കൊള്ളാനുള്ള പോക്കാണ്. ആൾക്ക് പോകാൻ തീരെ താല്പര്യമില്ല. ഒന്നാമതേ കുത്തിവയ്പ്പ്, രണ്ടാമതേ ടീച്ചർമാരെ എല്ലാം കാണണമെന്നും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ആൾ അത്ര സങ്കടത്തിലാണ് ഇരിക്കുന്നത്. കയ്യിലൊരു ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. കുത്തിവെച്ചാൽ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സോടെ അതും കൈപിടിച്ചിരിപ്പാണ്. സാധാരണ ദിവസങ്ങളിൽ ബസ്സിലാണ് പോകുന്നത്. ഇന്ന് വാക്സിനേഷൻ ഉള്ളതിനാൽ പേരന്റ് കൂടി വരണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരൻസിന് തിരക്കായതിനാൽ അവർക്ക് പകരമാണ് ഞാൻ പോകുന്നത്. ഈ സമയം പൊതുവെ റോഡിൽ നല്ല തിരക്കാണ്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ബ്ലോക്കിൽ കിടന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ഇതാണ് ഷാർജ ഇന്ത്യൻ സ്കൂൾ. ആളിവിടെയാണ് പഠിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സ്കൂളിൽ ചെന്ന പോലെ തന്നെ എനിക്ക് തോന്നിയത്. എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടുപോയി അവരുടെ പൂന്തോട്ടവും അവർ വളർത്തുന്ന ചെടികളും കളിക്കുന്ന ഗ്രൗണ്ടും എല്ലാം കാട്ടിത്തന്നു. അവിടെ ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു പറഞ്ഞു. പേരന്റ് ഇല്ലാതെ കുത്തിവെക്കാൻ ഡോക്ടർ സമ്മതിക്കില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച ചെറിയൊരു പനി ഉണ്ടായിരുന്നു, അതും പ്രശ്നമായി. എന്നാൽ പിന്നെ HM കണ്ടോ സംസാരിച്ച് നോക്കാമെന്ന് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ വേണ്ട എന്ന ഭാവമായി അവൾക്കും. പേരൻസ് വന്നാലും പനി വന്നതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർ കൂടി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ തിരിച്ചു പോരാമെന്ന് വെച്ചു. 2 ആഴ്ച കഴിഞ്ഞ് വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും വരാൻ പറഞ്ഞു. വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പേരന്റിനെ കൂട്ടി തന്നെ വരണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അവൾ ഹാപ്പിയായി. കുത്തിയും വെച്ചില്ല, ടീച്ചർമാരെയും കാണാൻ പറ്റിയില്ല. കുത്തി വെച്ചാലില്ലേലും വേണ്ടില്ല, എൻ്റെ ജ്യൂസിങ് തരണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തൊട്ട് അടി തുടങ്ങി. പിന്നെ ഞങ്ങൾ ടാക്സി നോക്കിയാൽ 1 മണിക്കൂറോളം അവിടെ നിന്നിട്ടുണ്ട്. ഒറ്റ ടാക്സി പോലും വന്നില്ല. അവളുള്ള സ്ഥിരം പണി തുടങ്ങി. ജ്യൂസ് കൂടിയ കഴിഞ്ഞ് നിലത്ത് കാണുന്നതെല്ലാം വാരിപ്പറിക്ക് എൻ്റെ കൊണ്ട് തരുന്നുണ്ട്. ഞാനെല്ലാം സൂപ്പറാന്ന് പറയും. സൂപ്പർ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കരയും, അല്ലെങ്കിൽ വന്ന് ഇടി തരും. ഏറ്റവും നല്ലത് ശരീരത്തിന് സൂപ്പറാന്ന് തന്നെ പറയുന്നതാണ്. അവൾ എന്തൊക്കെയോ വാരിപ്പറിക്ക് അങ്ങനെ നടക്കുകയാണ്. വെയിലല്ലാത്തതുകൊണ്ട് ഞാനും പിന്നെ വിളിച്ചില്ല. എന്നാലും എനിക്ക് അതിശയം അതല്ല. ഒരൊറ്റ മണിക്കൂറായി ഞങ്ങളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരൊറ്റ ടാക്സി പോലും ഈ വഴിയെ വന്നിട്ടില്ല. ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ടാക്സി ഒന്നും ഇല്ലെന്ന്. ഞാൻ പറയും വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരുമെന്ന്. എന്നിട്ട് അതും കേട്ട് പിന്നെയും പോയി നിലത്തുനിന്ന് എന്തൊക്കെ വരും. അങ്ങനെ അവൾക്ക് കിട്ടിയ സ്വർണ്ണരത്നങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ കാട്ടി. ഞാൻ എല്ലാത്തിനും മാർക്കിടും. എനിക്ക് സന്തോഷം, അവൾക്ക് സന്തോഷം. റോഡിൽ കൂടെ സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. കുറേ സ്കൂളുകളൊക്കെ വിട്ടു. എങ്കിലും ഞങ്ങൾക്കുള്ള ടാക്സി ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നിന്ന് ഞാനും എടുത്തു, പെറുക്കി നടന്ന് അവളും എടുത്തു. ഞങ്ങൾ രണ്ടുപേരും ടയർഡായി. എന്നിട്ടും ടാക്സി ഒന്നും വന്നിട്ടില്ല. തേന്മാവിൻ കൊമ്പത്ത് സിനിമയിൽ പപ്പു പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് ചോദിക്കും ടാക്സി വിളിയിടാന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ടാക്സി കിട്ടി. കിട്ടിയത് മലയാളിയുടെ ടാക്സി ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞു കുറേ നേരം ഇവിടെ നോക്കി നിന്നിട്ടാണ് ടാക്സി കിട്ടിയതെന്ന്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ നിന്ന സ്ഥലത്തിൻ്റെ കുഴപ്പമായിരുന്നു, അപ്പുറത്തേക്ക് മാറി നിൽക്കണമായിരുന്നു എന്ന്. ഡ്രൈവർ ചേട്ടൻ കൊല്ലംകാരനാണ്. ഞാനിവിടെ ടാക്സിയിൽ മലയാളിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി പറഞ്ഞു ഞങ്ങളോട് ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ പല പല കളറുള്ള ടാക്സികളുണ്ടല്ലോ, പിങ്ക് കളറുള്ള ടാക്സി എന്തിനാ ലേഡീസ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള വലിയ വലിയ ഡൗട്ട്സ് ആയി അവൾക്ക്. പിന്നെ കടലിൽ നിന്ന് രത്നങ്ങൾ കിട്ടിയ പോലെ മണ്ണിൽ നിന്ന് വാരിയ കല്ലുമായിട്ടാണ് ഞങ്ങൾ വണ്ടിയിലിരിക്കുന്നത്. അങ്ങനെ ആ സ്വർണ്ണ കല്ലുകളുമായി ഞങ്ങൾ വീട്ടിലേക്ക്.